അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കുറെ ആൾക്കാർ പറഞ്ഞപ്പോ ബൈറ്റ് കാസ്റ്റ് ഇപ്പോഴും ഉപയോഗിക്കാൻ അറിയില്ലാന്ന്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, എങ്ങനെ ഉപയോഗിക്കുക. പിന്നെ ഇതിനെ കുറിച്ച് അറിയാം കേട്ടോ. എന്നാലേ നമുക്കത് കറക്റ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇതിന്റെ ഗിയർ, ടെൻഷൻ നോബ്, ഡ്രാഗ്, ഇത് മൂന്നും പാടെ വരുമ്പോ അതിന്റെ സെറ്റിങ്സ് ആണ് സംഭവം. ഇത് പഠിക്കാനുള്ള ലെവൽ കേട്ടോ. ഇതിന്റെ ഡ്രാഗ് ഇത് ഇങ്ങടെ ആയി കഴിഞ്ഞാൽ ടൈറ്റ് ആവും, ഇങ്ങടെ ആയി കഴിഞ്ഞാൽ ലൂസ് ആവും. ഇത് എന്തിനാന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് ടെൻഷൻ നോബ്, ഇത് ഇങ്ങോട്ട് ലൂസ്, ഇങ്ങോട്ട് ടൈറ്റ് കേട്ടോ. ഇത് സ്പൂള്, നമ്മള് ബ്രൈഡ് കയറ്റണ സാധനം. പിന്നെ ഇതാട്ടോ ഗിയർ, ഇതാണ് ഗിയർ. ഇനി ഇത് ഓരോന്ന് എങ്ങനെയൊക്കെയാണ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഡ്രാഗിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പോ ബൈറ്റ് കാസ്റ്റിൽ നമ്മൾ അധികം ചെറുമീന്, അതായത് ഹുക്കപ്പ് കൊടുത്തിട്ട് മീൻ പിടിക്കുന്ന സംഭവമാണ് നമ്മൾ ബൈറ്റ് കാസ്റ്റിൽ അധികം ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ അത് ഹുക്കപ്പ് കൊടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് ടൈറ്റായി, ഈ ഡ്രാഗ് ടൈറ്റായി കഴിഞ്ഞാൽ ഈ സ്പൂള് പിന്നെ അനങ്ങില്ല കേട്ടോ. സന്ധ്യക്ക് സ്പൂള് അതിൻ്റെ അധികം ടൈറ്റായിട്ട് അങ്ങനെ നിൽക്കും. പണ്ടേ